നല്ല മാമ്പഴം കിട്ടി. അപ്പൊ പിന്നെ ചട്ടി അടുപ്പത്തോട്ട്. ഈ ചട്ടി അങ്ങോട്ട് കത്തിച്ച് ചൂടാക്കുമ്പോഴത്തേക്കും മാങ്ങകൾ തൊലി കളഞ്ഞിടുന്നു. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ് ആവശ്യത്തിനിടുക. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ പച്ചമുളക് ഉണ്ടെങ്കിൽ കീറിയിട്ടോളൂ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. മാങ്ങ വേവാനുള്ള കുറച്ച് വെള്ളം അത് മാത്രം ഒഴിച്ചിട്ട് അടച്ചു വയ്ക്കുക. ഇത് വേവുന്ന സമയം കൊണ്ട് ഉള്ളിയും ജീരകവും 1 കപ്പ് തേങ്ങയും നല്ല വെണ്ണ പോലെ, അതായത് മഷി പോലെ അരച്ചിട്ട് ഈ തിളച്ചതിലേക്ക് ഒഴിക്കുക. നന്നായിട്ട് ഇളക്കുക. ഒന്ന് തിള വന്നാൽ മതി കേട്ടോ. തിള വന്ന് കഴിയുമ്പോൾ 1 കപ്പ് കട്ടത്തൈരും ഇതിലേക്ക് അടിച്ച് ഒഴിക്കുക. അത് തിളയ്ക്കാൻ വിടണ്ട. അതിനു മുമ്പ് മധുരം ഒത്തിരി കുറവാന്ന് തോന്നി ശർക്കര ഇട്ടു. കടുകും ഉലുവയിട്ട് പൊട്ടിയ ശേഷം ചെറിയ ഉള്ളി നിറച്ചു വേണം കേട്ടോ. വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി മൂപ്പിച്ച് ഇതിൻ്റെ മേലിലേക്ക് ഒഴിക്കുക. ശ്രദ്ധിക്കണം, ഇതിനി നമ്മൾ എടുക്കുന്ന സമയം മാത്രമേ ഇളക്കാവൂ. ഇതിൻ്റെ മേളിൽ തന്നെ ഇങ്ങനെ തന്നെ കിടക്കട്ടെ. നല്ല കിടിലൻ മാമ്പഴക്കറി റെഡി.